ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റൗവിന് നമ്മുടെ പഴയ ഗ്യാസ് സ്റ്റൗവ് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പിന്നെ മാറ്റാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൽ നിന്ന് പുറത്തേട്ട് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീ പുറത്തേക്ക് ആളി പിടിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ എന്തായാലും അത് മാറ്റാമെന്നുള്ള രീതിയിൽ ഇരുന്നപ്പോൾ വന്നപ്പോഴത്തേനും പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങിയിട്ടാണ് വന്നത്. ഐബെല്ലിൻ്റെ ഗ്യാസ് സ്റ്റൗ കുറേ നാളായിട്ട് ഇത് മേടിക്കാൻ വേണ്ടി നോക്കി വെച്ചായിരുന്നു. അപ്പോൾ ഓഫർ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായില്ല. ഓഫർ വന്ന സമയത്തേക്ക് അത് മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം ഇത് നല്ല ഗ്യാസ് സ്റ്റൗ ആട്ടോ. അപ്പോൾ അത് മാറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണുന്നത്. പഴയതിൽ ഈ തീയിലും ഭയങ്കര ശബ്ദം, നമ്മൾ തീ ഓണാക്കിയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരെരപ്പും പൊട്ടണ പോലെയൊക്കെ ഭയങ്കര സൗണ്ടൊക്കെ ആയിട്ട് പേടിയായിരുന്നു. അപ്പോൾ പുതിയത് മാറ്റി ഫിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കവർ എടുത്തിട്ടിട്ട് മക്കൾസ് കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടോ കാണുന്നത്. അവർക്കത് ഭയങ്കര എന്തോ രസം. അപ്പോൾ അതിനകത്ത് ബർണറൊക്കെ നന്നായിട്ട് കത്തണില്ലേ, ലീക്കേജ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കത്തിച്ച് നോക്കിയപ്പോൾ 3 ബർണറും അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തണ്ട കേട്ടോ. കുക്കിംഗ് കുറച്ചുകൂടെ എളുപ്പമാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കത്തണുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് അല്ലാത്തുള്ളൊരു ഇത് നമ്മൾ ഇത്രയും നാൾ ഓട്ടോമാറ്റിക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അതല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ ഞാൻ കുറച്ച് ഈത്തപ്പഴം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടപ്പാലും ഫ്രിഡ്ജിലിരിക്കണ്ടായിരുന്നു. എന്നാൽ ഒരു ഷെയ്ക്ക് അടിച്ചേക്കാമെന്ന് ഓർത്ത് അടിക്കും കേട്ടോ. പിന്നെ ഷെയ്ക്ക് അടിച്ചു. ഇപ്പോൾ മക്കൾസ് കരഞ്ഞപ്പോൾ 2 പേരെ എടുത്തുകൊണ്ട് നിൽക്കണേ കാണുന്നത്. മൂത്തവർ നമ്മളെ സഹായിക്കാൻ കട്ടയ്ക്ക് കൂടെയുണ്ട്, ഇളക്കിയും ഒക്കെ തരണ്ട കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഷെയ്ക്ക് അടിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് അത് കുടിച്ചു. ഷെയ്ക്കായിട്ട് അടിക്കുവാണെങ്കിൽ മക്കൾസ് ഈത്തപ്പഴവും എല്ലാം അങ്ങനെ കഴിച്ചോളും, കുഴപ്പമില്ല. അല്ലാണ്ട് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അതൊന്നും കഴിക്കാൻ. അപ്പോൾ കുഞ്ഞാവകൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ്, തണുപ്പല്ലേ. അപ്പോൾ അവർ കുടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൂടി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഷെയ്ക്കൊക്കെ കുടിച്ചു. ഞാൻ അത്രേ ഉള്ളൂ. ബൈ.